നെട്ടാരു വധക്കേസിലെ കൂടുതൽ പ്രതികൾ കേരളത്തിൽ ഒളിവിലെന്ന് സൂചന. സംസ്ഥാന വ്യാപക പരിശോധനകളുമായി NIA. പ്രതികൾക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കിയത് PFI കേന്ദ്രങ്ങളിലെന്നാണ് വിവരം. കേസിലെ 2 പ്രതികൾ 1 മാസത്തിനിടെ കൊച്ചിയിൽ പിടിയിലായിരുന്നു. മുഖ്യപ്രതി ഉമർ ഫാറൂഖാണ് ഏറ്റവും ഒടുവിലായി പിടിയിലായത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, NIA അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കേസാണല്ലോ പ്രവീൺ നെട്ടാരു വധക്കേസ്. ഇതിലെ കൂടുതൽ പ്രതികളും കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ള സൂചന NIAക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പ്രവീൺ നെട്ടാരു വധക്കേസിലെ പല പ്രതികളും ഒളിത്താവളമാക്കിയത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് എന്നൊരു വിവരം തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന നടക്കുകയും അന്വേഷണങ്ങൾ നടക്കുകയും നിരവധി തവണ ബംഗളൂരു NIA യൂണിറ്റ് കൊച്ചിയിലെത്തി ഇവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെയാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ 2 പ്രതികൾ പിടിയിലായത്. ഏറ്റവും ഒടുവിൽ ഉമർ ഫാറൂഖ് പിടിയിലാവുകയും എല്ലാം തന്നെ ചെയ്തത്. നേരത്തെ പിടിയിലായ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള ആളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് കൃത്യമായി തന്നെ ഒളിത്താവളങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നതാണ്. ഒരു ഷവർമ്മ കടയിൽ ജോലി ചെയ്യുന്ന നിലയിലായിരുന്നു ഈ ഒരു നേരത്തെ പിടിയിലായ ആളെ കണ്ടെത്തിയത്. ഉമർ ഫാറൂഖും അതുപോലെ തന്നെ വിവിധ ജോലികൾ ഇവിടെ വന്ന് ചെയ്ത് ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ തങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സംരക്ഷണം കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. PFI കേന്ദ്രങ്ങളിൽ നിന്നടക്കം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ ഇനി പിടികൂടാനുള്ള ഗൂഢാലോചനയിലടക്കം പങ്കാളികളായ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അത് എറണാകുളം നഗരത്തിൻ്റെയും പ്രാന്തപ്രദേശങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചാണ് ആ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ചില രഹസ്യ സൂചനകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സൂചനകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിനോദ്.